വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. അഭിപ്രായം. എല്ലാം അറിയുന്ന ഒരാളുടെ കൂടെ ഒന്നും അറിയാത്ത 18 പേര് നിൽക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ എപ്പിസോഡ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് സ്ക്രിപ്റ്റഡ് ആണോ, നിങ്ങൾ അങ്ങനെ പറഞ്ഞോ, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് പക്ഷെ ലവ് ട്രാക്ക് പോലും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. മറ്റുള്ളവരെ വിലയിരുത്തുമ്പോൾ റെന ബിഗ് ബോസിനെ പറ്റി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഹായ് ഗായ്സ്, മോനിഷാസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ സൂക്കി, ദിസ് ഈസ് സ്ലീപ്പിംഗ് ടൈം. യെസ്, നമ്മൾ ഇന്നും പറയാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ്? അമ്മ, ബിഗ് ബോസിനെ പറ്റിയല്ലേ? യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ദിവസമായിട്ടുള്ളെങ്കിൽ പോലും വിലയിരുത്തേണ്ട സമയമായിരിക്കുന്നു. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാം അടക്കി വാഴുന്നത് ജിസയിലാണ്. എല്ലാവരും PR വർക്ക്സ് ആണ്, എന്നാൽ പോലും ജിസയിൽ കുറച്ചും കൂടി കുറച്ചും കൂടി ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് തോന്നുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ജിസയിൽ ഓൾറെഡി ഒരു ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ എത്തിയേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ജിസയിലെ ആ ഒരു എൻട്രി കേട്ടപ്പോൾ തോന്നിയത് അത് ശരിയായ രീതിയാണോ? കാരണം ബാക്കിയുള്ള 18 പേര് ഇതിനെപ്പറ്റി ഒരു ABCD അറിയാതെ പെട്ടെന്ന് ഒരാൾ മാത്രം വന്നിട്ട് എല്ലാം പറയുമ്പോൾ, അല്ലെങ്കിൽ എല്ലാം അറിയുന്ന ഒരാളുടെ കൂടെ ഒന്നും അറിയാത്ത 18 പേര് നിൽക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജിസയിൽ സ്മാർട്ടാണ്, ഭയങ്കര ഉരുളയ്ക്ക് ഉപ്പേരി പോലെ കുറച്ച് മലയാളം അറിയെങ്കിൽ പോലും ആ അറിയുന്ന മലയാളം വെച്ച് തകർക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ ജിസയിലിനെ എല്ലാവരും ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ജിസയിൽ എന്ന് പറയേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുള്ള കാര്യമാണ്. കാരണം ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ബിഗ് ബോസിൽ വരുമ്പോൾ അയാളുടെ നമുക്ക് ഒരിക്കലും കുറഞ്ഞ തരത്തിലൊരു കണ്ടന്റ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ സീസണുകളിലെ ഒരാൾ ഇനി ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ അവരൊന്നും കൂടി ഇമ്പ്രൂവ് ആവുകയേ ചെയ്യുള്ളൂ. അല്ലാതെ അവർക്കറിയാം എവിടെയൊക്കെ ക്യാമറ ഉണ്ട്, എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, അതെന്തായാലും അറിയാം. സോ ജിസയിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്. എന്നാൽ പോലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഓൾറെഡി ബിഗ് ബോസിൽ ഉള്ള ഒരാൾ, അതായത് ഹിന്ദി ബിഗ് ബോസിൽ നിന്നും മലയാളത്തിലേക്ക് വരുമ്പോൾ അവർക്ക് അത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യം. അത് ജിസയിൽ ഗെയിംസിലും കാണിക്കുന്നുണ്ട്. കാരണം ഗെയിംസിന് ഭയങ്കര ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ഒരു ഗെയിംസിൽ ആക്റ്റീവായി നിൽക്കുന്നത് ജിസയിലാണ്. ജിസയിൽ എന്ന് പറയുമ്പോഴാണ് ജിസയിലെ ഡ്രസ്സിങ്ങിനെ പറ്റി ഓർമ്മ വന്നത്. ജിസയിലെ ഡ്രസ്സിങ്ങിന് എന്താ പ്രശ്നം? നല്ല ഡ്രസ്സിങ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സിങ് ആണ്. പക്ഷേ നമ്മുടെ ഷാനുക്കയ്ക്ക് അത് പറ്റിയിട്ടില്ല. ഷാനുക്ക നോമിനേഷനിൽ ജിസയിലിനെ വെക്കാനുള്ള റീസൺ പറഞ്ഞതായിരുന്നു എന്നെ തളർത്തി കളഞ്ഞത്. ജിസയിലിൻ്റെ ഡ്രസ്സിങ് ശരിയല്ല എന്ന്. എന്നിട്ട് ഷാനുക്ക ജിസയിലിനെ ഉപദേശിച്ചു, അതായത് ഡ്രസ്സിങ് ശരിയല്ല, ഡ്രസ്സിങ് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കൊന്നും ഇൻസ്റ്റാഗ്രാം മൊത്തം ജിസയിൽ ഫാൻസാണ്, ഫാൻസ് കേൾക്കണ്ട ഇതൊക്കെ പറഞ്ഞ ഉപദേശിക്കുമ്പോൾ ഷാനവാസുക്കടെ ആ ഒരു കരുതൽ കാണാതെ പോരുത്. എന്നാൽ പിന്നെ ആദ്യം അങ്ങ് ഉപദേശിച്ചാൽ പോരെ, ഷാനുക്ക എന്തിനാ വെറുതെ ചെന്ന് എലിമിനേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോമിനേഷനൊക്കെ കൊടുത്തേക്കുന്ന. നേരിട്ട് ഉപദേശിച്ച് തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഷാനുക്കാനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുപോലൊരു വാഴാന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് എങ്ങനെയാലും ബിഗ് ബോസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു. അതിപ്പോൾ നോണ പറഞ്ഞാലും വേണ്ടില്ല. ഇനിയിപ്പോൾ ഇത്രയും ക്യാമറകൾ നോക്കുന്നുണ്ടെങ്കിലും യാതൊരു പ്രശ്നമില്ല. എനിക്ക് നോണ പറഞ്ഞിട്ടാണെങ്കിലും പിടിച്ചേക്കണം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആളാണ് ഷാനവാസ്. ഞാൻ ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുത്ത് ഫസ്റ്റ് രുദ്രനെ പോലെ ആയിരുന്നെങ്കിൽ ഷാനവാസൊക്കെ പൊളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പൊളിക്കുന്നുണ്ട്. പക്ഷെ ഫുൾ എല്ലാം ഫ്ലോപ്പാ, എവിടെ തൊട്ടാലും ഫ്ലോപ്പ്. എന്തോ കഷ്ടപ്പെടുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അങ്ങനെ ഒരു ഷാനവാസുക്ക. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് അക്ബറിനെ ഓർമ്മ വരുന്നത്. ഒരു അക്ബറിനെ നമ്മൾ ഈ ഷോയിലൊക്കെ കണ്ടിട്ട് ഈ ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ എന്തോ ഭയങ്കര ഒരു പുച്ഛം. യെസ്, എൻ്റെ ഇവിടെ ഉള്ളവരൊക്കെ പറയാം പുച്ഛം. യെസ്, എന്തൊക്കെയോ കാണിക്കുന്നു. അതായത് വെറുതെ സൂക്കി നീ ഉറങ്ങാണോ? നീ എന്തിനാ ഉറങ്ങുന്നത്? സൂക്കി ആരോട് ചോദിച്ചിട്ടാ ഉറങ്ങുന്നത്? ഇതുപോലെ പാവം കിടക്കുന്ന സൂക്കീനെ ഞാൻ പറയുന്ന പോലെ തന്നെ ചുമ്മാ ആരെങ്കിലും ഇരുന്നാ കുറ്റം, നടന്നാ കുറ്റം, ഫുഡ് കഴിച്ചാൽ കുറ്റം, എല്ലാത്തിനും കുറ്റം കണ്ട് ഒരു 2 പേര് സംസാരിക്കുകയാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടോ, ഒന്ന് ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അക്ബർ എന്തൊക്കെയോ ആവാൻ ശ്രമിക്കുന്നത്. എനിക്ക് ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ് അക്ബർ, ഷാനവാസ്. യെസ്, ഇവരെല്ലാവരും ചുമ്മാ എന്തൊക്കെയോ ബഹളം കൂട്ടുന്നു. ബിഗ് ബോസിൽ എന്ന് പറഞ്ഞാൽ തല്ലാണ് എന്നുള്ളത് വരുത്തി തീർക്കുന്ന, അല്ലെങ്കിൽ PR പറഞ്ഞ് പഠിപ്പിച്ച പോലെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്ന
ആൾക്കാരായിട്ടാണ് എനിക്ക് ഷാനവാസിനെയും അക്ബറിനെയും തോന്നിയത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം, ഒന്നിനും കൊള്ളില്ല അത്രയും പറയാലോ. കാരണം ഞാൻ അവരുടെ ഫാൻസ് എന്ത് പറഞ്ഞോട്ടെ, ഒരു ബിഗ് ബോസ് കാണുന്ന എന്ന പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു വളരെ ഫ്ലോപ്പ് ആയിട്ടുള്ള ആൾക്കാരെ, സ്വന്തമായിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ ഇതിൽ പോയി നോക്കിയിട്ട് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് താന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അക്ബറും ഒരു ഷാനവാസും, അങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ നമ്മുടെ അപ്പാനിശരത്ത് എല്ലാവരുടെയും അപ്പനാണ് സത്യം പറഞ്ഞാൽ. ഞാൻ തന്നെ മെയിൻ ആ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പാനിശരത്തിനെ അപ്പനാക്കാൻ വേണ്ടി കുറേ പേര് നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടെ ഉള്ള ഒരു അനാവശ്യമായിട്ട് അപ്പാനിശരത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ. എന്ന് വെച്ചാൽ അപ്പാനിശരത്താ അയാൾ പറയുന്നത് ശരിയാവും എന്നാൽ ഒരാളെങ്ങനെ തലയിൽ കയറ്റി വെക്കാന്ന് പറയില്ല. എന്ന് വെച്ചാൽ ചുറ്റുള്ള ഒരു അപ്പാനിശരത്താണ് വലുത്. അപ്പാനിശരത്തിനെ സപ്പോർട്ട് ചെയ്തേക്കാം. കാരണം അപ്പാനിശരത്ത് നാട്ടിൽ മൊത്തം ഫുൾ സപ്പോർട്ടാവും. സോ ആ സപ്പോർട്ട് നമുക്ക് കിട്ടും. അപ്പാനിശരത്തിനെ വെറുപ്പിക്കരുത്, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് തോന്നിയിടത്തോളം. ബിഗ് ബോസിൽ എത്ര വലിയ സെലിബ്രിറ്റി ആയാലും അല്ലെങ്കിൽ അറിയപ്പെടാതെ പോയ ഒരാളായാലും ആരാണോ പെർഫോം ചെയ്യുന്നത് അയാളാണ് മെയിൻ. പക്ഷെ ഇവർക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഓൾറെഡി പുറത്ത് ആർക്കാണോ കുറച്ചും കൂടി ആൾക്കാർ അറിയുന്നത് അവരാണ് മെയിൻ എന്നുള്ള ഒരു ചിന്തിക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണുന്നത്. എല്ലാവരും അപ്പാനിശരത്തിനെ ഭയങ്കരമായിട്ട് പൊക്കി നടക്കുന്നു. എന്നാൽ അപ്പാനിശരത്ത് ഞാൻ തന്നെ നേതാവ് എന്ന് പറഞ്ഞിട്ട് കുറേ മീറ്റിംഗ് വെക്കുന്നു. ആ മീറ്റിങ്ങിന് പോയിരിക്കുന്ന അക്ബറും ഷാനവാസും എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ശരി അപ്പാനിശരത്തിനെ സപ്പോർട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട്. എനിക്ക് അപ്പാനിശരത്ത് വലിയൊരു പ്ലെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതായത് കുറേ ഒച്ചെടുത്ത വലിയ പ്ലെയർ ആവുന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അയാൾക്കുള്ളത്. ആ ആറ്റിറ്റ്യൂഡിനെ പിന്തുണയ്ക്കുന്ന കുറേ ആൾക്കാർ. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്വന്തം കോമഡി പീസ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മൂപ്പര് ഭയങ്കര കോമഡിയാണ്. എനിക്ക് എൻ്റെ പഴയ ചാനൽ കാലഘട്ടം ഓർമ്മ വന്നു. നമസ്കാരം, ഞാൻ മോനിഷ ഭാരതി, ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത് ആ ഒരു രീതിയിലാണ് സംസാരം പോലും. എന്ന് വെച്ചാൽ മൂപ്പര് ആരോ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്, ഇന്ന കാര്യം പറയണേ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു രാത്രി മൊത്തം സ്ക്രിപ്റ്റ് പഠിച്ചിട്ട് നാളെ രാവിലെ ഞാൻ ഇതേ പറയൂ എന്നുള്ളൊരു രീതിയിൽ. സ്ക്രിപ്റ്റിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. ഞാനിത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് വരെ പറഞ്ഞല്ലോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് നാട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ബിഗ് ബോസിന് തോന്നിപ്പോയിന്ന്. സത്യം ആ എപ്പിസോഡ് കാണുമ്പോൾ ഞാനും വിചാരിച്ചത് സ്ക്രിപ്റ്റഡ് ആണോ. കാരണം ഫുൾ സ്ക്രിപ്റ്റും കൊണ്ട് വന്ന കുറേ ആൾക്കാർ, എനിക്ക് തോന്നുന്നു 6 സീസൺ കഴിഞ്ഞുകൊണ്ടാവും 7ാമത്തെ സീസണിൽ ഇവർക്ക് തോന്നി എന്നാൽ ശരി കുറച്ച് ബഹളം ഉണ്ടാക്കാം. എന്തിന്? നമുക്കൊരു നല്ല കണ്ടന്റിന് വേണ്ടിയിട്ട്. ഇത് വെറുതെ ആർക്കെങ്കിലും തലവേദനിച്ച ബഹളം, ആരെങ്കിലും ഫുഡ് കഴിച്ച ബഹളം, ആരെങ്കിലും ചായ വെച്ച ബഹളം, ആരെങ്കിലും ബാത്റൂമിൽ പോയ ബഹളം, ആരെങ്കിലും കുളിച്ച ബഹളം, എല്ലാത്തിനും ഒരു ബഹളം മയം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെറുതെ എന്തൊക്കെയോ അനീഷ് ചെയ്യുന്നു. പക്ഷെ എല്ലാവരും അനീഷിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്, ഇവർ ഏറ്റവും കൂടുതൽ സ്പേസ് കൊടുക്കുന്നത് അവിടെ അനീഷിനാണ്. അതായത് എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അനീഷ് പറയുന്നത് അനീഷ് പറയുന്നത് മണ്ടത്തരമോ അല്ലെങ്കിൽ നല്ലതോ കോമഡിയോ വാട്ടെവർ, അയാൾക്കാണ് അവിടെ സ്പേസ് കിട്ടുന്നത് എന്നുള്ളത് ചുറ്റുമുള്ളവർ മറന്നു പോകുന്നുണ്ട്. കാരണം അതിന് ഉദാഹരണമാണ് രജിത് കുമാറിനെ ഒരുപാട് പേര് ഒറ്റപ്പെടുത്തി. ലാസ്റ്റ് അയാൾ വിക്ടിം കാർഡ് ഇറക്കി, അയാൾ നല്ല രീതിയിൽ മുന്നോട്ട് വന്നു. അതാണ് അനീഷിന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അത് അനീഷിനറിയാം. സോ അനീഷ് നന്നായി അഭിനയിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പൊതുവേ കുറച്ചും കൂടി കോമാളിത്തരം കാണിക്കുമ്പോഴാണ് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളൊരു പഠിത്തം പഠിച്ചിട്ടായിരിക്കണം അനീഷ് വന്നിട്ടുള്ളത്. സോ എനിക്ക് തോന്നിയത് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ എല്ലാവരും വ്യക്തമായ സ്ക്രിപ്റ്റും കൊണ്ടാണ് വന്നത്. പക്ഷെ ആ സ്ക്രിപ്റ്റ് വളരെ മോശമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അവിടെ എന്താണോ സംഭവിക്കുന്നത് അതിൻ്റെ കൂടെ ജീവിക്കാതെ അവരെന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. ശരിക്കും പ്രേക്ഷകരെന്ന മണ്ടന്മാരാണോ? ഇവരങ്ങനെയാണോ വിചാരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് പോലും നാണക്കേട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ 2 ഡേയ്സും കൊണ്ട്. എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന രേണുസുധിക്ക് എന്താ തലവേദന വന്നപ്പോൾ ഒരു 10-15 പേര് പോയി രേണുസുധീനെ അറ്റാക്ക് ചെയ്ത്. എന്തിന്? തലവേദന വന്നു വാട്ടവർ, അങ്ങോട്ട് മെയിൻ ചെയ്യാതെ രേണുസുധി മാറിക്കെന്ന് പറയുന്നതിന് പകരം ഷാനവാസ് എനിക്ക് ഗുളിക കിട്ടിയില്ല എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. അത് പറഞ്ഞപ്പോഴാണ് രേണുസുധി. ഞാൻ പറയുകയാണെങ്കിൽ രേണു ചേച്ചിക്ക് ഏറ്റവും ബെസ്റ്റ് ഉള്ള കാര്യം എന്താ അറിയോ? ഓൺലൈൻ മീഡിയാസിന് ഇന്റർവ്യൂ കൊടുക്കുന്നതാണ് രേണു ചേച്ചിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. രേണു ചേച്ചിക്ക് ബിഗ് ബോസ് ഒന്നും പറ്റില്ല. ചുമ്മാ ചേച്ചി സമയം കളഞ്ഞ് ചേച്ചിയുടെ ചേച്ചിയുടെ സമയം കളഞ്ഞ് ചേച്ചി വെറുതെ ഇതാക്കണ്ട. കാരണം ഒന്നല്ലെങ്കിൽ ചേച്ചി സ്മാർട്ട് ആവണം, അല്ലെങ്കിൽ രേണു ചേച്ചി ഇങ്ങോട്ട് പോരണം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം രേണു ചേച്ചി അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കുറേ ഇന്റർവ്യൂസ് ആണ് മിസ്സായി പോകുന്നത് മലയാളി പ്രേക്ഷകർക്ക്. കാരണം രേണു ചേച്ചി ആ ബിഗ് ബോസിലുള്ളത് ഒരു മനുഷ്യക്കുഞ്ഞ് അറിയുന്നില്ല. എന്തോ അങ്ങോട്ട് 2 തവണ ആ തുപ്പലും മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ രേണു ചേച്ചി ഒരു കൗണ്ടറും ഉണ്ടായിരുന്നു.
അത് മാത്രമേ ശ്രദ്ധിച്ചു. ബാക്കി രേണു ചേച്ചി അവിടെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അനുമോള് കരയില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവമാക്കിയിരുന്നു ഷാനവാസ്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ എന്തെങ്കിലും കാണിക്കണല്ലോ എന്ന് വിചാരിച്ച് ഓരോരുത്തരെ കുറ്റപ്പെടുത്തുന്നത്. ജിസേലിനെ ആക്ച്വലി എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ്. കാരണം അനു അനാവശ്യമായിട്ട് ജിസേലിനെ എല്ലാത്തിലും വലിച്ചിഴക്കുന്നത് അവർക്കറിയാം ജിസേൽ അവർക്ക് പറ്റിയൊരു ബെസ്റ്റ് കോമ്പറ്റീറ്റർ ആണെന്നുള്ളത്. കാരണം ജിസേലിന് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജിസേലിന് ഈ ക്യാമറയോ ഇത്രയും ആൾക്കാരോ ഒന്നും ഒരു പ്രശ്നമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും ഫേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. സോ പിന്നെ ഈ ഒരു 18 പേര് ഫേസ് ചെയ്യാൻ ജിസേലിന് വലിയ പ്രശ്നമില്ല എന്ന് മാത്രമല്ല, ഗെയിംസിലും ജിസേൽ എന്തായാലും തിളങ്ങും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അപ്പൊ ഇനിയുള്ള എല്ലാ നോമിനേഷൻസിലും നമുക്ക് ജിസേലിനെ പ്രതീക്ഷിക്കാം. പിന്നെ ഉള്ളത് റെന ഫാത്തിമ. ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തൊരു കൊച്ചായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, റെനയ്ക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് സംശയമുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും റെനയ്ക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം റെനയും ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് ഇങ്ങനെയാണ്, ബിഗ് ബോസ് അങ്ങനെയാണെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാനെന്താ പറഞ്ഞത് മനസ്സിലായില്ല. അപ്പോൾ ഓൾറെഡി പഠിച്ചു വെച്ച ആ കാര്യത്തിൽ അപ്പുറത്തേക്ക് പോവാൻ ഇവരാരും റെഡിയല്ല. അതായത് റെന നിവിനോട് പറഞ്ഞു ബിഗ് ബോസ് എന്താന്ന് പഠിക്കാതെയാണ് അറിയാതെയാണ് വന്നത്. റെന എന്താണ് പഠിച്ചിട്ടുള്ളത്? റെന ബിഗ് ബോസിനെ പറ്റി എന്താണ് പഠിച്ചിട്ടുള്ളത്? അതായത് ഞാനൊരു സൈഡിൽ പോയി ഇരിക്കുക എന്നുള്ളതോ, അതോ ആരോട് എന്തെങ്കിലും പറഞ്ഞിട്ടെങ്കിലും ഒരു സ്ക്രീൻ സ്പേസ് വേണം എന്നുള്ളതോ? അതാണോ റെന ബിഗ് ബോസിനെ പറ്റി പഠിച്ചിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു അവിടെ പലരും പലരെ കുറ്റം പറയുമ്പോൾ അവരെന്താന്നുള്ളത് ഒരിക്കലും വിലയിരുത്താതെയാണ് കുറ്റം പറയുന്നത്. റെന ഫാത്തിമയ്ക്ക് എന്തായാലും അവിടെ ഒരുപാട് കാലം പിടിച്ചിക്കാൻ പറ്റുന്നു എനിക്ക് തോന്നണില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ റെന മറ്റുള്ളവരെ വിലയിരുത്തുമ്പോൾ റെന ബിഗ് ബോസിനെ പറ്റി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനെ പറ്റി റെന പഠിച്ചത് ശരിയായിട്ടില്ല. കാരണം ഓരോ സീസണിലുള്ള പോലെ ആവില്ല. സീസൺസ്, ആൾക്കാർ എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ തോന്നുന്നു എനിക്ക് ബിഗ് ബോസും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ടോ എന്ന്. ബിഗ് ബോസിന് ഇത്തിരി സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ട് എല്ലാവരോടും. ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഈ പണിഷ്മെന്റ് ഒക്കെ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. സോ അതാണ്. പിന്നെ നിവിനെ ആണെങ്കിലും എന്റർടൈൻ ചെയ്യിക്കുന്നതുകൊണ്ട് നോമിനേറ്റ് ചെയ്യാന്ന് റെന പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എപ്പോഴും അടി മാത്രമാണ് ബിഗ് ബോസ് എന്നുള്ളൊരു ധാരണയാണ് അങ്ങനെ ഒരു റീസൺ പറയാൻ കാരണം. അടി മാത്രമല്ലല്ലോ, ഈ കാണുന്ന ജനങ്ങൾക്ക്, നമ്മൾ മലയാളികൾക്ക് അടിയാണ് ഇഷ്ടം. എന്നാൽ പോലും അതിനേക്കാളും നമ്മൾ എന്റർടൈൻമെന്റിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നു അക്ബറിനെ എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന. അക്ബർ വിചാരിക്കുന്നത് അക്ബർ അവിടെ കിടന്ന് എന്റർടൈൻ ചെയ്യിക്കുകയാണെന്നാ. പക്ഷെ നമുക്ക് ആർക്കും അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുന്നേ ഇല്ല. ടു ബി ഹോണസ്റ്റ്, ഭയങ്കര ഒരു ഓവറാക്കി ചളാക്കുന്ന പോലെയാണ് അക്ബർ ചെയ്യുന്ന ഓരോ കാര്യം. പക്ഷെ നിവിൻ ഇങ്ങനെ സ്ക്രീനിൽ കാണാനൊക്കെ ഒരു രസമുണ്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു ചിരി വരും. അവരുടെ കാണിച്ചുകൂട്ടലാണെങ്കിലും എക്സ്പ്രഷൻസ് കൊണ്ടാണെങ്കിലും, ഒരുപാട് സംസാരിക്കുന്നില്ലെങ്കിലും കൊണ്ടും നിവിൻ എക്സ്പ്രഷൻസ് കൊണ്ട് നമ്മളെ എല്ലാവരും കയ്യിലെടുക്കുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ബിന്നി, ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ഷാനവാസിന്റെ വേറൊരു പതിപ്പ്. ഷാനവാസ് അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒച്ചയെങ്കിലും എടുത്ത് ആരുടെ അടുത്തെങ്കിലും പോകുന്നുണ്ട്. ബിന്നി എവിടെ ഒച്ച കേൾക്കുന്നു അവിടെ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആര് വഴക്കൂടിയാലും ബിന്നി ആവില്ല വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവുക. പക്ഷെ ആ സ്പേസിൽ ഒരു തല ബിന്നിയുടെ. എന്താ പ്രശ്നം? നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് മസ്റ്റായിട്ട് ബിന്നിക്ക് ചോദിക്കണം. ബിന്നിക്ക് ഇതിപ്പോൾ ആരോടെങ്കിലും ചോദിക്കണം. ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിന്നിക്ക് ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കണം. വെറുതെ എന്നാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞു, ചേട്ടൻ ചെയ്തത് ശരിയായില്ല, നീ ചെയ്തത് ശരിയായില്ല. ബിന്നിയാണ് ഇപ്പൊ അവിടുത്തെ ബിഗ് ബോസ്. ബിന്നിയാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. എല്ലാ അടിയിലും ബിന്നിയുണ്ട്. എന്തിനാ വെറുതെ സ്വന്തമായിട്ട് ഒരു കണ്ടന്റും ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ടന്റിൽ എന്തെങ്കിലും ഇടപെട്ട് 4 വർത്തമാനം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രേണു, പിന്നെന്താണ് റെന, അങ്ങനെ തുടങ്ങിയവര് ഒക്കെയാണ് നല്ലത് തോന്നുന്നത്. കാരണം ഒരു മുക്കിലിരിക്കുന്നുണ്ട് ആർക്കാണ്ടോ വേണ്ടി. ഞാൻ എന്തായാലും ബിഗ് ബോസിൽ വന്ന് പെട്ടുപോയി, ഇനിയിപ്പോൾ ഇരുന്നല്ലേ പറ്റൂ, ആൾക്കാർ പുറത്താക്കുന്നവരെ സഹിച്ചിരിക്കാം. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ബാക്കിയുള്ളവർക്ക്. ബാക്കിയുള്ളവരെ പറ്റിയൊന്നും പറയില്ല. സരിക്കൊക്കെ അവിടെ ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. അവരൊന്നും അവിടെ ആ പരിസരത്തില്ല. ഈ പറഞ്ഞ പോലെ ഫുഡ് വെക്കാൻ കുറച്ച് ആൾക്കാർ അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഇന്റർവ്യൂവിൽ കണ്ട പോലെയൊന്നും ഇന്റർവ്യൂവിൽ കണ്ട ഒരു ഹൈപ്പ് അവിടെ ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, അവർ സ്ക്രിപ്റ്റഡ് ആയതുകൊണ്ട് ഇന്റർവ്യൂ കുറച്ചും കൂടി നമുക്ക് ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇതിൽ സ്ക്രിപ്റ്റഡ് ഒന്നും വർക്കൗട്ട് ആവില്ല. കാരണം നമ്മൾ ഓൾറെഡി ശാരികയും രേണുവും പോയി തകർക്കും. ഞാനും പറഞ്ഞു അത് എക്സ്പെക്ട് ചെയ്താണ് നമ്മൾ ഓഡിയൻസ് ഇരിക്കുന്നത്. പക്ഷെ മേ ബി അവരാവാം ക്ലോസ് ഫ്രണ്ട്സ് എന്ന്. ഇത് ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞതാണ്.
അതുപോലെ തന്നെ ആയത്. അവർ രണ്ടുപേരും ഒരു ബെഡിന്റെ അടുത്ത് പോയിട്ട് അവരുടെ കഥയൊക്കെ പറഞ്ഞു, നമ്മുടെ ഇന്റർവ്യൂ അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്റർവ്യൂ ഇങ്ങനെ, അവരെന്തൊക്കെയോ കുടുംബകാര്യം പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിഗ് ബോസിൽ അവരെ കാണാനില്ല. സോ അവർ എന്തായാലും അവരുടെ കാര്യം നോക്കി ഒരു സൈഡിലിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു എടുത്തുചാട്ടും ഒരു ബഹളും ഒന്നും ഈ ബിഗ് ബോസിൽ പോയാൽ ഉണ്ടാവുന്ന നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആൾക്കാരാവില്ല ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത്. പക്ഷേ നമ്മളീ പുറത്ത് അവർ ഭയങ്കര ബഹളം. കാരണം പുറത്ത് സെക്കൻഡ്സും കൊണ്ട് നമ്മളൊരു സെക്കൻഡ്സ് അഭിനയിച്ചാൽ മതി, അല്ലെങ്കിൽ കുറച്ച് സെക്കൻഡ്സ് നമുക്ക് നിന്നാൽ മതി. ബിഗ് ബോസിൽ അങ്ങനെയല്ല, എത്രയോ മണിക്കൂർ നിൽക്കണം. അതുകൊണ്ട് അവരെ കൊണ്ട് പറ്റുമെന്നുള്ളത് ഡൗട്ടാ. ഇനി ഞാൻ വേറെ ഒരു മനുഷ്യൻ്റെയും പേര് പറയുന്നില്ല, കാരണം പറയുന്ന എന്തിനാ, അവർ ബിഗ് ബോസിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഈ ശൈത്യ ഒന്നുമില്ല, അവരൊക്കെ ആ ഒരു ആകെ ഒരു മേക്കപ്പ് സാധനം എടുത്തിട്ട് ഞാൻ പറഞ്ഞത് അപ്പോഴും ഇവരെല്ലാവരും എടുത്തതാന്ന് പറഞ്ഞ് എല്ലാവരും ഒറ്റപ്പെടുത്താനൊന്ന് ശ്രമിച്ച ആളാവാൻ നോക്കിയെങ്കിലും അവിടെയും എല്ലാവരും അടിച്ചമർത്തി. സോ ബാക്കിയുള്ളവരൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ കൺക്ലൂഷൻ. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ആർക്കും സ്പേസ് ഇല്ല. പക്ഷെ എനിക്ക് സ്പേസ് വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യ കാര്യത്തിന് ഈ ഒരു സ്പിരിറ്റ് ഗെയിമിൽ കാണിക്കുക, സക്സസ് ആവും. ഈ ഒരു സ്പിരിറ്റ് ആവശ്യങ്ങൾക്ക് കാണിക്കുക, അല്ലാതെ അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രം സ്ക്രിപ്റ്റും കൊണ്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല. ബിഗ് ബോസ് ഫ്ലോപ്പ് ആവുന്നതിൽ യാതൊരു സംശയവുമില്ല. നേരെ മറിച്ച് നന്നായി ഗെയിമൊക്കെ കളിച്ച്, നേരത്തെ പറഞ്ഞ എനിക്ക് പക്ഷെ ലവ് ട്രാക്ക് പോലും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ലവ് ട്രാക്ക് പോലും ഉണ്ടാവാനൊക്കെ സാധ്യത കുറവാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ആർക്കും ആരോടും ഒരു ആത്മാർത്ഥമില്ല. അവിടെ ഒരു നല്ല ഗ്യാങ് പോലും ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമുള്ള കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലെ എല്ലാവരും സെൽഫിഷ് ആണ്. അല്ലാതെ ഒരു ഗ്യാങ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു എന്റർടൈൻ ചെയ്യിക്കുക ആൾക്കാരെ, ആ ഒരു ഉദ്ദേശമൊന്നുമില്ല. അവരുദ്ദേശിക്കുന്ന എന്റർടൈൻ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, എന്തൊക്കെയോ പറയുക, മറ്റുള്ളൊരു. എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത് കുഞ്ഞിലെ നമ്മളൊക്കെ സ്കൂളിൽ ആരെങ്കിലും തല്ലിടുമ്പോൾ ഇങ്ങനെ കാണിക്കില്ലേ, അത് തന്നെ ഇവരിങ്ങനെ കാണിക്കുന്നതിന് പകരം വായും കൊണ്ട് എന്താ പ്രശ്നം, നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, ആ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. സോ ഇപ്രാവശ്യം ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു പ്രണയം, അല്ലെങ്കിൽ നല്ലൊരു ഒന്നും നല്ലത് ഞാൻ അവിടെ കാണുന്നില്ല. എല്ലാം എന്തോ ബഹളം വെക്കണം എന്നുള്ളത്. എനിക്ക് ഒരു അപ്പാനി ശരത്തിലുണ്ടായിരുന്ന ഒരു എക്സ്പെക്റ്റേഷൻ പോയി. കാരണം ആള് ഭയങ്കര ഓവർ ആവുകയാണ് ചെയ്യുന്നത്. അയാള് അങ്കമാലി ഡയറീസ് അല്ലല്ലോ, ഇത് ബിഗ് ബോസ് അല്ലേ. വെറുതെ ആ സിനിമ, അതായത് ആ സിനിമ ഡയലോഗ് ഒരു 4-5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. ഇതന്നെ കേട്ട ആൾക്കാർക്ക് മടുക്കും. ഇനി എത്ര ദിവസം നിൽക്കാനാ? 100 ദിവസം നിൽക്കുന്നുണ്ടെങ്കിൽ 100 ദിവസം ഈ ഡയലോഗ് കാണാപാഠം പഠിക്കും ആൾക്കാർ. സോ നമുക്ക് നോക്കാം ബിഗ് ബോസിൽ എന്തെങ്കിലും മാറ്റം. ബിഗ് ബോസ് തന്നെ പറഞ്ഞു സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളത്. സോ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ആദില, നൂറ അവരൊക്കെ അവിടെ ഉണ്ട്. എല്ലാവരും ഇപ്പോൾ 19 പേര് കയറിയതുകൊണ്ട് എല്ലാവരും ആ ഭാഗത്തുണ്ട്. ഇപ്പം ആകെ വായിട്ടലയ്ക്കുന്ന ഷാനവാസും അക്ബറും അപ്പാനി ശരത്തും അനീഷും പിന്നെ ബെന്നിയും എല്ലാവരും ആണ്. അതും അനാവശ്യ കാര്യങ്ങൾക്ക്. അനുമോളും എന്തൊക്കെയോ ആവാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഇനി ബിഗ് ബോസിന്റെ വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത്, ആരൊക്കെയാണ് തകർക്കാൻ പോകുന്നത് എന്ന് നോക്കാം. സോ നമുക്ക് അടുത്ത ബിഗ് ബോസ് എപ്പിസോഡിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കിയിട്ട് കൂടുതൽ വിലയിരുത്തലുകൾ നടത്താം. സോ എനിക്ക് തോന്നുന്നു ഇതേപോലെയാണ് ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ ഓഡിയൻസിന് മനസ്സിലായി തുടങ്ങും ഇത് PR വർക്ക്സ് മാത്രമാണ് എന്നുള്ളത്. കുറേ മ്യൂസിക് കട്ട് ചെയ്ത് കുറേ സ്ലോ മോഷൻ ഇട്ടതിലൊന്നും കാര്യമില്ല. ബിഗ് ബോസിൽ നന്നായി പ്ലേ ചെയ്യുക. ഇത് ഞാനിപ്പോൾ അവരോടും അല്ല പറയുന്നത്, കാരണം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരിതൊന്നും അറിയുന്നില്ല. മേ ബി ബിഗ് ബോസ് തന്നെ അവരോട് പറയണം, നിങ്ങളുടെ ഈ ഓവർ ഡ്രാമ നിർത്തിയിട്ട് ബിഗ് ബോസിലേക്ക് കളിക്കാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട്. എനിവേ എന്തായാലും നമുക്ക് നല്ല കുറേ ബിഗ് ബോസിൽ കുറേ കാര്യങ്ങൾ നടക്കുന്ന പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും എന്നുള്ളതും നമുക്ക് നോക്കാം. എന്തായാലും ബിഗ് ബോസിലെ അടുത്ത എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നമുക്ക് ഇതുപോലെ കുറേ ബിഗ് ബോസ് വിശേഷങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കണം. കാരണം ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ ഒപ്പീനിയനും കൂടിയാണോ അമ്മ? ഞങ്ങളുടെ 2 പേരുടെയും ഒപ്പീനിയനാണ്. സോ എല്ലാവരും മോനിഷാസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾ പങ്കുവെക്കാം. ബൈ ഗൈസ്.